ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചില്ലി പക്കോടയാണ്, അല്ലെങ്കിൽ മുളക് ബജി എന്ന് പറയും. പക്ഷെ ഞാനത് ഇവിടെ ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല. അതിനകത്ത് ഞാൻ ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുന്നായി വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹവും സഹകരണവും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഒരു മസാല തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് തവ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്, നമ്മളുടെ കൊത്തമല്ലി ഉണ്ടല്ലോ, മല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിനകത്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് നമ്മുടെ ഇടികല്ലിലിട്ട് ഞാൻ ഇടിച്ചെടുത്തിന്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കല്ലിനകത്തിട്ടൊന്ന് ഇടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനൊരു 4-5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരുമിച്ചത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കണം. അതായത് ഇപ്പം ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഞാനിത് നമുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കിയ മസാല നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത്, മല്ലിയില ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിയില ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ മല്ലിയില നമുക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം കൂടി നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 3-4 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഏരിയ അനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമ്മുടെ കൈ കൊണ്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കണം. ഇളക്കി നന്നായിട്ടത് മിക്സ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളക് നിങ്ങൾ വലിപ്പം എത്ര അനുസരിച്ചിരിക്കുന്നു അതുപോലെ നമുക്ക് കൂടുതൽ മസാല അതിനകത്തേക്ക് നിറയ്ക്കേണ്ടി വരും. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇച്ചിരി വലിയൊരു മുളകാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറുതിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനകത്തൊന്ന് നമുക്ക് നടുവേ ഇതൊന്ന് പുളന്ന് കൊടുത്തിട്ട് അതിനകത്തെ മുളകിനകത്തുള്ള എല്ലാം അതിൻ്റെ ഫ്ലേക്സൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. അതൊന്ന് കാര്യം ചെയ്യണം. അതിനകത്ത് നമ്മളിനി ഫില്ലിങ് നമ്മൾ നിറയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് ഈ മുളകിൻ്റെ ഈ അരികളെല്ലാം നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളിതിനെ സെപ്പറേറ്റ് ആക്കരുത്. മുളക് 2ആയിട്ട് നമ്മൾ മുറിച്ച് മാറ്റരുത്. 2 അറ്റത്തൊന്നും കുറച്ചവിടെ നടുഭാഗം മാത്രമേ നമുക്കൊന്ന് തുറന്ന് കൊടുക്കാവുള്ളൂ. അതായത് ഇവിടെ ഇത് കാണിക്കുന്നത് പോലെ കണ്ടോ, നമ്മളെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മുളക് ഞാനിവിടെ ഇതിൻ്റെ ഇനത്തിൽ അരിയെല്ലാം മാറ്റി ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ആ കടലമാവിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനായിട്ട് ബാറ്ററാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഒത്തിരി വെള്ളം കൂടി പോവുകയും ചെയ്യില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കുറുകിയിരിക്കാനും പാടില്ല. ഇച്ചിരി ഒരു ലൂസായിട്ട് വേണം. ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുക. നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ കണക്കെന്ന് ഞാനുള്ളത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ബാറ്ററാക്കി എടുക്കാവുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഈ കൺസിസ്റ്റൻസി വേണം നമുക്കിതിന്, ഈ ബാറ്ററിന്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് ഇതുപോലെ ഈ മുളകിനകത്തേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫിങ്സ് നമുക്കിതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഈ മുളകൊക്കെ ഇച്ചിരി വലിയ മുളകായതുകൊണ്ട് ഇച്ചിരി മസാല കൂടുതൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കിതിൻ്റെ ചെറിയ മുളക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കി മേടിക്കുക. ഇതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മുളകും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാകാൻ ഞാനിവിടെ അടുപ്പത്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കി നമുക്ക് എല്ലാ മുളകുകളൊക്കെ നമുക്ക് പതുക്കെ ബാറ്ററിനകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ മുളകും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു സ്നാക്സാണ്, ഈവനിങ് സ്നാക്സ്. എല്ലാവർക്കും അറിയാവുന്നതിനെ പോലെ തന്നെ മുളക് ബജിയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനും നല്ലതാണ്. നമുക്കിതുപോലെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്ന സമയം മാത്രമേ ആവുന്നുള്ളൂ. ഫില്ല് ചെയ്യുക, നിറയ്ക്കുക, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഗ്രീൻ ചട്നിയുടെ കൂടോ അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ ചട്നി, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.